അപ്പൊ ആൾക്കാര് പിന്നെ നമ്മുടെ അനീഷ് ചേട്ടന്, സ്റ്റാലിൻ ചേട്ടൻ, എല്ലാവരുടെ പേരും എനിക്ക് തല തിരിഞ്ഞു പോയിട്ടാ. ദേ ഇവിടെ നിൽക്കണം നമ്മുടെ ബാബു ചേട്ടൻ, ചാക്കോ ചേട്ടൻ, ബാബു ചേട്ടൻ, സ്വാതന്ത്ര്യ രാത്രിയിൽ അങ്കമാലി ഡയറീസ് ടിറ്റോ വിൽസൺ ഞങ്ങൾക്ക് ഡേറ്റ് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായിട്ട് മുന്നോട്ട് പോയിട്ട് സിനിമ ചിത്രീകരിക്കുന്നതിനെ പറ്റി ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറാനും ചാടുന്ന വണ്ടിയിൽ നിന്ന് ഓടിക്കയറാനും എല്ലാത്തിനും തയ്യാറായിട്ട് ഞങ്ങളുടെ വാടക നമ്മുടെ ഉമ്മച്ച മിസ് ഇടിക്കട്ടാ ഗോപിച്ച മിസ് ഇടിക്കാണ്. എന്റെ പേര് അന്നാവരിയ 2024 മിസ് ഇടുക്കി ടൈറ്റിൽ വിന്നർ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ദേവ നമ്മുടെ ലീഡ് റോൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാന് പ്രതീക്ഷിക്കുന്ന ആളൊരു വലിയ ലെവലിലേക്കുള്ള ഒരു ആക്ടറായിട്ട് മാറുന്നത് തന്നെയാണ്. അതെ കറക്റ്റ് ആണല്ലോ, മുഖം കറക്റ്റ് അല്ലേ? അത് ദേവസൂര്യ. പിന്നെ അതെല്ലാരും നിതീഷ് ഉണ്ട്, അതെ നമ്മുടെ ആളുവന്ന് എല്ലാരും. അനന്തു, മെൽജോ, പ്രിൻസ്, രണ, ധനുഷ്, അനീഷ്, സനില്, പിന്നെ നമ്മുടെ ആള് റസാഖിക്ക, ലിൻഡോ, വിങ്ക്, റെജിൻ. എല്ലാരും കയ്യൊക്കെ മനസ്സിലാ വിങ്ക്. റെജിൻ അവിടെ, റെജിൻ മുമ്പില് എല്ലാരും കയറി നിങ്ങളൊക്കെ എല്ലാരും പേരെല്ലാം ഓർമ്മ. സുധേഷ് പോയോ? എല്ലാരും കൈ നിൽക്കണം. സുധേഷ് എല്ലാരും പഠിച്ചോട്ടെ. നമ്മുടെ സിബിച്ചൻ, ബോബിച്ചേട്ടാ. ഇത് ഇടുക്കിയില് ഭയങ്കര പുല്ലിയാട്ടാ. ജീപ്പൊക്കെ കൊണ്ടിട്ട് മണ്ടേമലിക്കൊക്കെ ഒറ്റത്തിരിപ്പിൽ 4 കറക്കിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ആളൊരു പാട്ട് പാടും. അതൊരു കാലെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്ക് അങ്ങോട്ട് പോയി ചിലപ്പോ കൊക്കയിലേക്ക് പോകും. അപ്പൊ ഒരു പാട്ട് പാടും. ആ പാട്ട് ഒന്നാം നാൾ ഉല്ലാസ യാത്ര. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഞങ്ങള് അക്ഷര മോള് മീനാക്ഷി കുട്ടി. ഇത് നമ്മുടെ പടത്തിലെ മെയിൻ കഥാപാത്രത്തില് ഒരാളാണ്. പല സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ കാലുകൾ വെച്ച് ഓടിയിട്ടുള്ള നടി എന്നുള്ള അംഗീകാരം ലഭിക്കാൻ പോകുന്ന ആളാണ്. ഒരുപാട് ഓട്ടമുണ്ട്. ഇവളും അതുപോലെ തന്നെ ഒരുപാട് ഓട്ടമുണ്ട്. പിന്നെതാ എന്റെ മോന് ഇതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എന്റെ മകൻ പപ്പു, അവന്റെ പേര് അയാൾ. പിന്നെ എന്റെ ഒരു കൊണ്ടാട്ടി കൂടി ഉണ്ടായിരുന്നല്ലോ. എവിടെ വായോ? ഏത് എന്റെ കൊണ്ടാട്ടി? ഗോപിച്ചേട്ടൻ വായോ. ഗോപിച്ചേട്ടൻ നമ്മുടെ സെൻസർ പരിപാടികളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടൻ മുമ്പ് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സിനിമാ സെറ്റിൽ തന്നെ ഗോപിച്ചേട്ടന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആളെ തളർത്തിയിട്ടില്ല. ആൾ ഇനിയും ഒരു 5 സിനിമ ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള പോരാളിയായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഗോപിച്ചേട്ടനുണ്ട് കേട്ടാ. പിന്നെ ആരാ? നമ്മുടെ ശ്രീകാന്ത് ബ്രോ. നമ്മുടെ സ്റ്റീജോ ഇവിടെ ഇല്ല. നമ്മുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീജോ. ആള് കാനഡയിലാണ്. സ്റ്റീജോന്റെ ഫാമിലി, അച്ഛൻ, അമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു വേൾഡ് ടാലന്റ് റെക്കോർഡ് ഉണ്ട്. അത് വിതരണം ചെയ്യുന്നത് നമ്മുടെ സത്താർക്കയാണ്. സത്താർക്ക ഗിന്നസ് കമ്പനി അതോറിറ്റിയുടെ ഒക്കെ പ്രസിഡന്റ് ആണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു അവാർഡ് ദാന ചടങ്ങോട് കൂടിയിട്ട് നമ്മൾ പരിപാടികളൊക്കെ ഒന്ന് പിരിച്ചുവിടാണ്. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തിയായിരിക്കുന്നു. സ്റ്റീജോന്റെ അച്ഛൻ, അമ്മ എല്ലാവരും ഇവിടെ ഉണ്ട്. വിനയൻ ചേട്ടന്റെ മൊബൈൽ പിടിച്ചിരിക്കണു. പ്രിൻസ് നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ എവിടെ? ഇത് അമ്പലിട്ട് നമ്മുടെ വില്ലൻ. നിങ്ങളിപ്പോ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു പ്രകടനം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. എല്ലാവരും കാണാം. പിന്നെ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എടാ ഗ്രൂപ്പിൽ വന്നിട്ട് തെറി വിളിക്കരുത്. ആരെങ്കിലും പറ. ഇർഷാദ്, അമൽ മാത്യു, ഡെയ്ബി, ജസ്റ്റിൻ ചേട്ടൻ. ഡെയ്ബി ജസ്റ്റ് ചേട്ടൻ വാ. പ്രതീക്ഷ വന്നേ. ധനുഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയും ധനുഷ്. സുധീഷ് ചേട്ടാ വാ. സുധീഷ് ചേട്ടൻ എല്ലാവരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ ചേട്ടൻ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഡെയ്ബി നമ്മുടെ പടത്തിലൊക്കെ ഒരു ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെയ്ബി ഉണ്ട്, ദേവനുണ്ട്, സുട്ടുമണിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പൊ കേട്ടാ. അപ്പൊ നമ്മള് ചെറിയൊരു അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ സത്തർക്ക. വളരെ സന്തോഷം അലതല്ലി നിൽക്കുന്ന ഒരു ഹോളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സന്തോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ പിന്നില് നിങ്ങളെടുത്തിയ വലിയ പരീക്ഷണങ്ങളുണ്ട്, അതിന്റെ വിജയമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിഷാദാസിനെ എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് ടൗണില് ഒറ്റ ഷോട്ടില് 2 മണിക്കൂറിന്റെ സിനിമ എടുത്ത് അത്ഭുതം സൃഷ്ടിച്ച വ്യക്തിയാണ്.
ഒരു സിനിമ, ഞാനത് ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കട്ട് പറയുന്നില്ല. ഒരു സിനിമ നമുക്കറിയാം, ഒരുപാട് കട്ടുകളും ഷോട്ടുകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഇത് മൂവി റെക്കോർഡിങ് ആരംഭിച്ച് ഇങ്ങനെ ഓടുകയാണ്. കഥാപാത്രങ്ങൾ ഓടുന്നു, പിന്നാലെ ക്യാമറാമാൻ ഓടുന്നു, പിന്നാലെ ഡയറക്ടർ ഓടുന്നു. ഭയങ്കര രസകരമായ ഒരു വർക്കായിരുന്നു അത്. അതിന്റെ പേരെന്തായിരുന്നു? വിപ്ലവം ചെയ്യിക്കട്ടെ. അങ്ങനെ പിന്നീട് നിഷാദ് കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് എന്നെ വിളിച്ചു. ഞാനൊരു പുതിയ പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ പരീക്ഷണം ലോക സിനിമയ്ക്ക് തന്നെ വലിയ മാതൃകയാണ്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു മേഖല അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് നമ്മുടെ കൈക്കുമ്പിളിലുള്ള, നമ്മുടെ കയ്യിലുള്ള മൊബൈല് കൊണ്ട് ഒരു മുഴുനീള സിനിമ, ഫ്യൂച്ചർ ഫിലിം പൂർത്തീകരിച്ച് തിയേറ്ററിൽ റിലീസാക്കുക എന്ന് പറയുന്നത്. സിനിമയുടെ ചരിത്രം നമുക്കറിയാം. പഴയകാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ വേറെ രീതിയിലായിരുന്നു, പിന്നീട് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും ഈ സിനിമാക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാനും ഒരു കുഞ്ഞു സിനിമ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞു സിനിമ എന്ന് പറയുന്നത് 2008 ചെയ്ത സിനിമയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമയാണത്. വെറും 10 സെക്കൻഡ് മാത്രമുള്ള സിനിമയാണത്. 2011 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ 100 വർഷത്തെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സിനിമ ദ മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയില് അഭിനയിച്ചിരിക്കുന്ന ഒരു ഉറുമ്പാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു വെള്ളത്തിന്റെ, അതായത് ഈ ഹൗദ് എന്ന് പറയും, ഈ മുസ്ലിം പള്ളികളിലൊക്കെ അത് കാണാം. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങള് 3137 വ്യത്യസ്തമായ പുസ്തകങ്ങള് രചിച്ചതിനാണ് എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് കിട്ടിയത്. 10 വർഷം ആവാൻ പോവുകയാണ്, ഏകദേശം 10 വർഷമായി. അപ്പൊ അതിനുശേഷം എനിക്ക് ഒരുപാട് വ്യത്യസ്തരായ കലാകാരന്മാരെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിൽ എല്ലാവരും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. നമ്മളതിനെ ഒന്ന് മൂർച്ച കൂട്ടിയെടുത്താല് നമ്മുടെ ഈ ലോകത്ത് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞു ഏറെ സന്തോഷത്തോടു കൂടി ഇതിന്റെ ഡയറക്ടർ നിഷാദ് ഹസന് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിക്കും. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ സഹകരിച്ചത് നമ്മുടെ പ്രിയതമ